ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്തേ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിയാൻ വ്ളോഗ്സ്. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മാതൃദിനാശംസകൾ നേരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാനിന്ന് വന്നിരിക്കുന്നത് അമ്മയുടെ വിശേഷങ്ങളുമായിട്ടാണ്. നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ആളുകളാണ് നമ്മളുടെ പാരൻസ് എന്ന് പറയുന്നത്. നമ്മുടെ അമ്മയും നമ്മളുടെ അച്ഛനും അതേപോലെ തന്നെ നമ്മളുടെ പ്രായമായവർ, മുതിർന്നവർ, അച്ചമ്മയാവട്ടെ അമ്മമ്മയാവട്ടെ, അവരെയൊക്കെ നമ്മൾ എന്താ പറയുക, നമുക്ക് പറ്റാവുന്ന രീതിയിൽ തന്നെ നമ്മൾ നോക്കണം. നല്ല രീതിയിൽ തന്നെ നമ്മൾ അവരെ നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പുണ്യം ഉണ്ടാവുള്ളൂ. അതായത് നമുക്ക് നല്ല നന്മകൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ അനുഗ്രഹം ഇല്ലാണ്ട് നമ്മളുടെ ലൈഫ് ഒരിക്കലും മുന്നോട്ട് പോവില്ല. അപ്പോൾ എൻ്റെ ഒരു കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ അമ്മയും അച്ഛമ്മയും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എൻ്റെ നിർഭാഗ്യവശാൽ അച്ഛമ്മ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല. അച്ഛമ്മ ഞങ്ങളെയൊക്കെ വിട്ടു പോയി. അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ. അപ്പം അങ്ങനെ പോയതോടുകൂടി എൻ്റെ അമ്മ ഒറ്റയ്ക്കായി. പലരും ചോദിച്ചിരുന്നു ഞാൻ UAE നിന്ന് തിരിച്ച് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത്. ഇതും ഒരു റീസണാണ് കേട്ടോ. അമ്മ ഒറ്റയ്ക്കായപ്പോഴത്തേക്കിനും എനിക്ക് എന്താണേലും അമ്മയുടെ കൂടെ നിൽക്കാണ്ട് പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ വെച്ചാൽ, എൻ്റെ ഉണ്ണിയേട്ടൻ്റെ ഫാമിലിയും ഈ പറയുന്ന പോലെ അമ്മേനെ എൻ്റെ കൂടെ നിർത്താനായിട്ട് സമ്മതിച്ചു എന്നുള്ളതാണ്. അത് എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പം കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും സ്വന്തം വീട് ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കും. പക്ഷേ ഇവിടെ അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അതിന് ഞാൻ എൻ്റെ ഉണ്ണിയേട്ടനോടും അതേപോലെ തന്നെ അമ്മേനോടും അമ്മമ്മേനോടും ഒക്കെ ഒത്തിരി നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഭഗവാനോടും ഞാൻ നന്ദി പറയുന്നു. അപ്പം എൻ്റെ അമ്മയ്ക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന പോലെ എല്ലാ കാര്യങ്ങളും അമ്മ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാവോ അതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോടും പറയാനുണ്ട്, നമ്മളൊരിക്കലും നമ്മളുടെ മാതാപിതാക്കളെ ഉപേക്ഷിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഈ കാലത്ത് ഞാൻ കുറേ വീഡിയോസ് കണ്ടിരിക്കണു. അമ്മേനെ അച്ഛനെയും വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്, സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട് കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. കാരണം അവരുടെയൊക്കെ കയ്യിലാണ് നമ്മളുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഉള്ളത്. കാരണം അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതം നന്നാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന പോലെ മാതാപിതാക്കളെ നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.